എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴിൽ റിയാക്ഷൻ ആണ്. പുഷ്പ ദ റൂൾ. മാമൻ വന്നടാ. കിസിക്ക് മാമൻ വന്നു. എടടാ മാമനെ കൊണ്ട് തന്നെ അടുപ്പിക്കുള്ളൂ. മാമനും പിന്നെ കുട്ടനും പിന്നെ അയൽക്കാരൊക്കെ വന്നിട്ടുണ്ട്. എടറാ എന്തായാലും നമുക്കൊരു ട്രോൾ കിട്ടിയിട്ടുണ്ട്. എടറാ ട്രോൾ. നമ്മുടെ PK ട്രോൾസ് ഒരു ട്രോൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു വലിയൊരു ആവേശമൊന്നും ഇല്ല കേട്ടോ. കാരണം നമ്മളിങ്ങനെ എത്ര നേരമായിരുന്നു ഇങ്ങനെ ഓരോ വീഡിയോയിലും നെഗറ്റീവ് പറയുന്നത്. അതൊരു സത്യം കേട്ടോ. കാരണം നമുക്ക് ഭയങ്കരമായിട്ട് ആഘോഷിക്കേണ്ട ഒരു മൈൻഡാണുള്ളത്. പക്ഷെ നമുക്ക് കിട്ടുന്നതോ ഒരുമാതിരി നമ്മൾ കേട്ടത് അല്ലേ. ഇറ്റ്സ് നോട്ട് എ കൊണച്ച പ്ലാൻ മാൻ. അല്ലേ, നമ്മൾ കേട്ടത് അത് കിട്ടുന്നത് കിസിക്ക്. ഉവണ്ടമാമ ചോദിച്ചു, കിട്ടിയത് കിസ് 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 കിസിക്ക്. എന്നിട്ടൊരു വെട്ടലുണ്ട്. ഓക്കെ, എന്തായാലും ട്രോളിലേക്ക് പോവാം. ഇനി ബാക്കി അവിടെ ചിരിക്കാം. അതെ, ചിരിക്കാം, ആഘോഷിക്കാം, വേറെ നിവർത്തിയൊന്നുമില്ല. പുഷ്പ ടു ദ റൂൾ. പുഷ്പ നാഷണൽ ആണെന്ന് കരുതണ്ട, ഞാൻ ചോദിച്ചില്ലല്ലോ. ചോദിക്കാത്തോണ്ടല്ലേ ഞാൻ പറഞ്ഞോണ്ടിരിക്കണേ. സിനിമയുടെ ഐറ്റം സോങ് കിസിക്ക്. എന്താണ് കിസിക്ക്? ഏതായാലും നമുക്കൊരു ഏരിയയാണ് വീണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിത് വെച്ചൊന്ന് മൂപ്പിക്കാം. കേൾക്കേണ്ടതിനൊക്കെ എന്തൊരു അടിപൊളി പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. പാട്ടെങ്ങനെയാ പാടിയാട്ടെ? മാമൻ വന്നു എടടാ, മച്ചാൻ വന്നു എടടാ. മച്ചാനും വന്നിട്ടുണ്ടോ? കേട്ടൂടെ പാട്ട്? ഒരു നേരം പാട്ട് കേട്ടൂന്ന് വെച്ച് ചത്തൊന്നും പോയില്ല സ്വാമി. വന്നു എടടാ, ചത്തോന്ന് കൂട്ടനെ കൂട്ടാര് വന്നു എടടാ, നാട്ടാര് വന്നു എടടാ. അയ്യന്റെ മോനെ, അറിയുന്നവരും അറിയാത്തവരും കൂട്ടമായി വന്നു എടടാ. ആകെ ഈ രണ്ട് സാധനങ്ങളുള്ളോ? വിളിച്ചോ നദോന്നതയിൽ ഒരെണ്ണം. അവനോട് മുഴുവൻ ആൽബം ആക്കിക്കോടാ. പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്, അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. നമ്മുടെ ഫോട്ടോ മാത്രം ലോക്കറിലാക്കിക്കോടാ. അറിയാതെ ഈ കിസുക്കുകൾ പുറത്തു വന്നെന്നാൽ ഇതിന്റെ അർത്ഥം എന്താണാവോ? എന്താ അവര് ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാ. അറിയാതെ ഈ കിസുക്കുകൾ പുറത്തു വന്നെന്നാൽ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. അറിയാതെ ഈ കിസുക്കുകൾ പുറത്തു വന്നെന്നാൽ പിന്നെ കവിതയുടെ മറ്റു മതി. റിയലി റിയലി അമേസിംഗ്, അമേസിംഗ്. ചിരിപ്പിക്കാനുള്ള സാധനല്ലേ? കൊള്ളാല്ലേ? ഗംഭീരം. ഇഷ്ടമാവും, എനിക്കറിയാം. ആ മുഖത്ത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കൂടെ ഇരുന്നൊരു ഫോട്ടോ എടുക്ക്, തൊഴിലും നോക്കിയെന്ന് വയലാറെഴുതുപോലെ ാരും കയറി ഒരു ഫോട്ടോ എടുക്ക്, തോളിൽ നിന്നും കൈകൾ നീണ്ട. ഞാൻ ചോദിച്ചോട്ടെ, ആരാ വാർത്ത എഴുതിയത്? ഞാനാ. എന്താ ഒന്നുമില്ല. അല്ലെങ്കിൽ ഇത്രയും വൃത്തിയിട്ട ഭാഷ വരില്ല. ആള് അന്ന് പറഞ്ഞെന്താ, അതായത് ട്രെൻഡ് ആവണം. முன்னையாவும் திருச்சி ராமேஸ்வரம் மதுரை, இப்ப டோட்டல் தமிழ்நாடு சுத்தணும். ടോട്ടൽ തമിഴ്നാടാ? ஆந்திராவுக்கும் போறோம். ആന്ധ്രാവുമാ? ആ ട്രെൻഡ് ആവാൻ വേണ്ടിട്ട് ആള് തന്നെ ഇരുന്ന് പണിത് എഴുതിയതാണിത്. സ്വന്തം കൈ ചെറിയൊരു തെറ്റുണ്ട് കേട്ടോ, ആളല്ല എഴുതിയത്. നന്നായിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടുന്നതായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തന്നെ ഇല്ലടാ. ഇതിനേക്കാളും നന്നാവും. ഒലത്തും കലക്കൊന്ന് പറഞ്ഞതാ.
എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? ഞാൻ കേട്ടത് എൻ്റെ മോനെ. இந்த ஃபீல்ல நான் பாட்டு கேட்டேன். ஆனா அவர் எனக்கு கொடுத்தது മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുന്നുണ്ട് വിഷമം തോന്നരുത്. പോരാ, ഞാൻ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല. ഉന്നാൽ മുടിയാതെ തമ്പി പരമശിവ. പിന്നാൽ മുടിയാതെ തമ്പി. എനിക്കോ ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിലെ സാധനമൊന്നല്ല. ട്രോളൊക്കെ കാണാൻ കേറിക്കോളൂ. വേറെ ലെവല്. ട്രോള് അയ്യോ, ചെപ്പയ്ക്ക് തടി വരുമെന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ വാങ്ങുക. പുഷ്പരാജ് നിന്ന് വാങ്ങുക. ആവശ്യമില്ലാത്ത പണി എടുത്തിട്ട് കിസിക്കെങ്ങാനും പുറത്ത് വന്ന ചെപ്പൊക്കെ അടിയിട്ടൊന്ന്. എന്ത് അത് മറ്റേ മാമനും മച്ചാനും കൂട്ടരും പട്ടണവും എല്ലാരും ഉണ്ട്. ഇവരുടെ ഇപ്പൊ ഫോട്ടോ എടുക്കണം. അതെ, പക്ഷെ കിസിക്ക് പുറത്തുവരാൻ പാടില്ല. അയ്യോ, കിടിലൻ കിടിലൻ. അയ്യോ, എന്തൊക്കെയാണെങ്കിലും ഓണ്ടമാമ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു, വമ്പൻ ഹിറ്റായിരുന്നു. അതുപോലെ ഒരു സാധനമാണ് പ്രതീക്ഷിച്ചത്. അതിൽ സമന്തയായിരുന്നു. അതിന് പകരം നമ്മൾ ഇപ്രാവശ്യം ഇറക്കിയത് മുന്തിയ ഇനം ഒരു കിടിലൻ ആളെയാണ്, ശ്രീലീല. പക്ഷേ പ്രതീക്ഷിച്ചൊന്നും കിട്ടിയില്ല. ആൾക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സാധനം ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. സത്യമായിട്ടും ഡാൻസിലൊക്കെ ആദ്യം മനസ്സിലാവേണ്ട, അതിനനുസരിച്ചല്ലേ ഡാൻസ്. ശരിക്കും ഗൗതം മേനോൻ പറഞ്ഞ പോലെ ഞാൻ അന്ന് കേട്ടത് ഇതായിരുന്നു, പക്ഷെ കിട്ടിയത് ഇതേ ഇമ്മാരി സാധനം. ശ്രീലീല വന്നിട്ട് ഡാൻസ് ഒക്കെ ചെയ്യാൻ ആള് കിടിലൻ ഡാൻസറാണ്, ഒരു സംശയമല്ല. സമന്തയേക്കാൾ ഡാൻസ് ചെയ്യും. പക്ഷെ സെക്സ് അപ്പീലൊക്കെ സമന്തക്കാണ്. അതിൻ്റെ ഒരു കുറവ് ഇവിടെ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. ഇവിടെ കിട്ടുന്നത് ക്യൂട്ട്നെസ് ആണ്. അതെ അല്ലേ? അപ്പൊ അതിൻ്റെ ഒരു കുറവ് ഭയങ്കരമാണ്. എന്താ അതൊക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ആൾ വരുന്നു, ഡാൻസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നു. ലിറിക്സ് ഒരു വഴിക്ക്, ബീറ്റ് ഒരു വഴിക്ക്, ഡാൻസ് മറ്റൊരു വഴിക്കും. ഈ ഡാൻസ് എന്താ വേറെ വഴിക്ക് പോകാൻ കാരണം എന്നറിയോ? ബീറ്റിന് ഡാൻസ് ചെയ്യണോ ലിറിക്സിന് ഡാൻസ് ചെയ്യണോ എന്നുള്ളത് കൺഫ്യൂഷൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട മറ്റൊരു സാധനം കേട്ടോ, മറ്റേ ഇന്നസെന്റ് പറയുന്നത്. ഒരു നേരം ഒരു നേരം പാട്ട് കിട്ടുന്ന എന്താ ഉറക്കം പോകില്ല. എന്താ സാധനം കണക്ഷൻ കൊടുത്ത് പോണതേ. അതിന്റെ സിറ്റുവേഷൻ ആലോചിച്ച് നോക്ക്. ആ സിനിമയില് അത് വിശന്ന് ചാകാനായിട്ട് കിടക്കുന്നു. ആ സമയത്ത് പാട്ട് കേൾക്കുന്ന എന്തേ കേട്ടൂടെ പാട്ട്? ഒരു നേരം പാട്ട് കേട്ടെന്ന് ചത്തൊന്നും പോലാന്ന്. എന്ത് രസമായിട്ട് അത് കണക്ഷൻ പോയേക്കുന്നു. ഭീകരം ഭീകരം. എന്താണെങ്കിലും 5-ാം തീയതി വരുമോ ഈ സാധനം? 5-ാം തീയതി വരുമെന്ന് വരൂലേ? എടാ, DSPനെ മാറ്റി BGM-ൽ നിന്ന്. ശരിയാണ്. തമനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. തമനെയും മാറ്റിയിട്ട് ഇപ്പോൾ സാം CS-നെയാണ് പരിഗണിക്കുന്നത്. പരിഗണിച്ച് വരുമ്പോഴേക്കും സിനിമ റിലീസിന് സമയമായി. ഇവര് അത് ചെയ്തിട്ടുണ്ടാവും, വെറുതെ ഇട്ട് തള്ളുന്നതായിരിക്കും. ഇതൊക്കെ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാനാരാ? പൊട്ടനാണ് DSP. നോ പ്രോബ്ലം, അതൊക്കെ ആൾറെഡി ഇവിടെ ചെയ്തു തുടങ്ങി, പണി തീർക്കാനായിട്ടുണ്ട്. കഴിയാനായി. എന്താണ് ശരി, അങ്ങനെ ഉണ്ടാവൂലേ? ശരിയാണ്. അത് ഇങ്ങനത്തെ ഈ റിലീസിനൊക്കെ വരുന്ന സിനിമകളൊക്കെ ഒരിക്കലും അങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ ഇട്ട് കളിപ്പിച്ചുകൊണ്ട് നിൽക്കൊന്നുമില്ല. എപ്പോ എടുത്ത് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ആളെ മാറ്റി, അതൊക്കെ ഭയങ്കര ഇഷ്യൂ ഉള്ള കാര്യങ്ങളല്ലേ? അതിൻ്റെതായ കാര്യങ്ങളില്ലേ? ഇവർക്ക് അതിന് BGM മാത്രമല്ലേ മാറ്റുന്നുള്ളൂ, അതിന് എഗ്രിമെന്റ് കാര്യങ്ങൾ, അത് ആള് സമ്മതിച്ചു കൊടുക്കണം. സമ്മതിച്ചില്ലേ പിടുത്തം വിട്ടു. എത്ര സിനിമേന്നാ പോണത്? അതാണ് ഇനി സിനിമ നിൽക്കണ്ടേ? പക്ഷെ സാം CS അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കിസിക്ക് പുറത്തു വരുമെന്ന്. അല്ല, കിസിക്ക് അത് സോങ് എന്തായാലും അയാളുടെയാണ്. അതല്ല, ആ കിസിക്കല്ല ചെയ്തിരുന്നെങ്കിൽ കിസിക്ക് പുറത്തു വരുന്ന അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കാം. അല്ലാതെ ഇപ്പൊ ഇജാതി പ്രമോഷനും കാര്യങ്ങളും ഒക്കെ ഇതൊന്നും വെറുതെ പൈസ കളയേ. നമ്മളതല്ലേ പുഷ്പേച്ചി 5-ന് വരില്ല എന്ന് പറയുന്നത്. അല്ല, എന്നാലും എനിക്ക് തോന്നുന്നില്ല അവർ ഒരു സ്ഥലത്തും അത് മാറ്റി പറഞ്ഞിട്ടില്ല. ഇതുവരെ 3ാമത്തെ പ്രൊമോഷൻ നടക്കാൻ പോകണം ഇന്ന് കൊച്ചിയില്. അല്ല, ഇവരെ December 6-നായിരുന്നു ആദ്യം റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ അന്ന് വലിയൊരു സംഭവം ഉള്ളതുകൊണ്ട്, അതായത് എന്റെ ബർത്ത്ഡേ ഉള്ളതുകൊണ്ട് അത് മാറ്റിയിട്ട് നല്ല ദിവസമല്ല അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്ത്
ഒരു ദിവസം മുന്നേക്കാക്കി. പിടിച്ചു വാങ്ങിയതാ 5. അത് ചോദിച്ചു അനൗൺസ് അതെ അല്ലേ, അനൗൺസ് ചെയ്യുന്ന ഞാൻ കൊടുത്തില്ല. അത് അനൗൺസ് ചെയ്യുന്നതിന് മുൻപ് വരെ അവർ 6 എന്ന് തന്നെയായിരുന്നു ഓരോ പോസ്റ്ററിൽ വെച്ചിരുന്നത്. റൂമേഴ്സ് അല്ല, അപ്പോൾ 12-ലേക്കല്ലേ ഇപ്പോൾ 10-ലേക്കോ 12-ലേക്കോ പറയുന്നത്. ഓക്കെ ഓക്കെ, അത് ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല. നോക്കാം. അതായാലും പോവല്ലേ, സമാധാനം കിട്ടിയില്ലേ? ഓ ആശ്വാസം. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റു വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.